പഠിക്കാൻ പോണ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. കാലിക്കറ്റ് പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടല്ല പഠിച്ചത്, പകരം ഞാൻ വീട്ടിൽ വന്ന് പോയിട്ടാണ്. ചില ദിവസങ്ങൾ അത്യാവശ്യമുള്ളത് മാത്രം ഹോസ്റ്റലിൽ നിൽക്കും, എല്ലാ ദിവസങ്ങളൊക്കെ വീട്ടിൽ വന്ന് പോകും. അപ്പോൾ എൻ്റെ വീട് മഞ്ചേരിയാണ്. മഞ്ചേരി ടു കാലിക്കറ്റ് ബസ്സിൽ കയറിയവർക്കറിയുമ്പോൾ ഒരു ബസ്സിലെ തിരക്ക്, പ്രത്യേകിച്ച് മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈമിൽ ആ ബസ്സിൽ ചിലപ്പോൾ നിൽക്കാൻ പോലും സ്ഥലം കിട്ടൂല. അങ്ങനെ ഒരു സമയത്ത് ഉണ്ടായ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അന്ന് വരാൻ കുറച്ച് ലേറ്റ്, ക്ലാസ് കഴിഞ്ഞിട്ട് എത്താൻ കുറച്ച് ലേറ്റ്. അപ്പോൾ സ്ഥിരം പോണ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഓടി കയറി കിട്ടിയ ഒരു സീറ്റിൽ കയറിയിരുന്നു. സീറ്റ് ഏതാ എന്താണെന്ന് നോക്കിയില്ല. അപ്പോൾ ഈ ബസ് കയറുമ്പോൾ എനിക്കൊരു പരിപാടി ഉണ്ട്, അതായത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ബസ് കയറുന്ന സമയത്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ബസ് കയറുമ്പോൾ ഫുൾ ടൈം എനിക്ക് വരില്ല, പക്ഷെ കുറച്ച് നേരം കയറി കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും. ആ സമയത്ത് ഈ ഇയർപോഡ് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് വിളിച്ച ആൾക്കാരെ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതെന്റെ മിസ്റ്റേക്കാണ് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഒരു 2 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ബാക്കിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആൾക്കാർ തട്ടുന്നതായിരിക്കും, അല്ലാതെ എന്നെ വിളിക്കാന്ന് വിചാരിച്ചില്ല. പിന്നെയാണ് എനിക്ക് എന്നെ വിളിക്കാന്ന് മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇവർ എന്നോട് ചൂടാവിട്ട് അമ്മയും കുഞ്ഞും സീറ്റാണ്, അവിടെ ആളുണ്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണല്ലോ, ഞാൻ പെട്ടെന്ന് എണീറ്റ് കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് ഒരു വയ്യാത്തൊരു കുട്ടിയും കൂടിയായിരുന്നു. അങ്ങനെ എണീറ്റ് കൊടുത്ത സമയത്താണ് ഞാൻ ഈ ഒരു ഇയർപോർട്ടിലുള്ള സൗണ്ട് ഓഫാക്കിയ സമയത്താണ് പുറത്തുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ കേട്ടു തുടങ്ങിയത്. അപ്പോൾ എസ്പെഷ്യലി ടു ലേഡീസ്, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, ചിലവർ ഇവർ പറയുന്ന കേട്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ലേഡീസ് അവരിങ്ങനെ പറയാ, ലൈക്ക് ഇപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെയാണ്, ഇവർ ഈ ബസ് കയറുമ്പോഴത്തേക്ക് ഇതിന് ഇതിന് ചെവിയിൽ ഈ കുന്തം വെച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും കേൾക്കൂല, ഒന്നും വിളിച്ചാലും ഉണ്ടാക്കൂല, അതൊക്കെ ചിലപ്പോൾ കണ്ടോണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്നിട്ട് കുറ്റം പറയാണ്. കുറ്റം മാത്രം പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ആ ബസ്സിൽ അത്രയും ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് കേട്ടിട്ട് എന്നെ ഇങ്ങനെ നോക്കണം. എനിക്ക് എന്തോ ഹ്യൂമിലിയേറ്റഡ് ആയ പോലത്തെ ഒരു അവസ്ഥയായി പോയി. ഞാനപ്പോൾ ഒന്നും ഇണ്ടാതെ ഞാൻ അവിടെ അങ്ങനെ നിന്നു. ലൈക്ക് എന്താ ചെയ്യേണ്ട പറയണേ എനിക്കല്ല. ഞാൻ അങ്ങനെ വരുമ്പോൾ എണീറ്റ് കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ കേട്ടില്ല, ഞാൻ അങ്ങനെ കാണുമ്പോൾ എണീറ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ കാണാത്തതുകൊണ്ട് സംഭവിച്ചൊരു പരിപാടി. അതിൽ ഇവർ രണ്ടാളും പിന്നെ അവിടെ ഇരുന്ന് ഓരോന്നും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലേഡി ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലൈക്ക് അവരെ സ്റ്റോപ്പ് എത്തി അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവര് എന്നെ അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞ് ഇതാക്കാനും ഒക്കെ അവർക്ക് ടൈം ഉണ്ടായിരുന്നു. ഈ ഒരു 2 സ്റ്റോപ്പിന് വേണ്ടിയിട്ട് അവർ അമ്മയും കുഞ്ഞും വന്നപ്പോൾ അവർ ആ പക്കത്തുള്ള സീറ്റിലാണ് കയറി വരുന്ന ആൾക്കാരെ അവർക്ക് കാണാം. അപ്പോൾ അവർക്ക് നീറ്റ് കൊടുത്തുകൂടായിരുന്നോ? ലൈക്ക് ഞാൻ ഇപ്പോൾ ഈ അവർക്കുള്ള റിസർവ്ഡ് സീറ്റ് ഉണ്ട്, ഓക്കെ, റിസർവ്ഡ് സീറ്റിൽ എണീറ്റ് കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഞാനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ റിസർവ്ഡ് സീറ്റ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഈ അമ്മ കുട്ടി അല്ലെങ്കിൽ വല്ല വയസ്സായവർ അങ്ങനെ കാണുമ്പോൾ ഞാൻ എണീറ്റ് കൊടുക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമൊന്നും അല്ലെങ്കിൽ ഞാൻ എണീറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ അവർക്ക് എണീറ്റ് കൊടുത്തുകൂടായിരുന്നോ? അവരതൊന്നും ചെയ്തില്ല. ലൈക്ക് അവർക്ക് എന്തോ അവരൊന്നും ചെയ്തില്ല. മറ്റുള്ളവർ അത് ചെയ്യണം, ചെയ്യാത്തതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഒരു കൂസലില്ലാതെ അവർ അവിടെ നിന്ന് ഇറങ്ങിയും പോയി. എന്തിന് ഹിപ്പോക്രാറ്റിക്കല്ലേ ആൾക്കാർ? കാരണം അവര് ഒന്നും ചെയ്യണില്ല, ബാക്കിയുള്ളവർ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ടൈപ്പ് മെന്റാലിറ്റി. എനിക്ക് മനസ്സിലായില്ല അതെന്താ അവരന്ന് ഉദ്ദേശിച്ചതെന്നുള്ളത്. കാരണം ആ ഒരു ബസ്സിൽ വെച്ച് എന്നെ അത്രയും നാണം കെടുത്തിട്ട് അവർ ചെയ്ത പരിപാടി അത്ര മെച്ചുള്ള പരിപാടിയല്ലല്ലോ.